ഹലോ, വെൽക്കം ബാക്ക് ടു അക്കരപ്പച്ച. ഇന്ന് നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ്. UK വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് വോട്ട് ചെയ്യുന്നത്. എൻ്റെ കന്നി വോട്ടാണ്. വോട്ടിംഗ് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കൗൺസിലിനും മേയർക്കുള്ള വോട്ടാണ്. അതായത് സൗത്ത് യോർക്ക്ഷയറിലെ മേയർക്കുള്ള വോട്ടിങ്ങും പിന്നെ ഷെഫീൽഡ് സിറ്റി കൗൺസിലുള്ള വോട്ടിങ്ങാണ്. അപ്പോൾ നമുക്ക് രണ്ട് വോട്ടിംഗ് ആണുള്ളത്. ഞാൻ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോസ്റ്റൽ വോട്ടാണ് എനിക്കുള്ളത്. പക്ഷേ പോസ്റ്റൽ വോട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളിത് ഫില്ല് ചെയ്ത് മെയ് 2 തീയതിയിൽ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ അടുത്ത് നമ്മുടെ ബാലറ്റ് പേപ്പർ എത്തണം. പക്ഷേ ഇന്ന് മെയ് 2 തീയതി നമ്മളത് മിസ് ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ മിസ് ചെയ്തവർക്കായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഫില്ല് ചെയ്തിട്ട് അടുത്തുള്ള പോളിംഗ് സ്റ്റേഷനിൽ നമ്മുടെ എൻവലപ്പ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കാൻഡിഡേറ്റ്സ് ആരാണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇവിടുത്തെ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ മേയർക്ക് വേണ്ടി മത്സരിക്കുന്ന പാർട്ടി ഒന്നാമത്തെ കൺസർവേറ്റീവ് പാർട്ടി കാൻഡിഡേറ്റ്, പിന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, പിന്നെ ലേബർ ആൻഡ് കോഓപ്പറേറ്റീവ് പാർട്ടി, ഗ്രീൻ പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റ്സ്. അങ്ങനെ 1 2 3 4 5 പാർട്ടികളാണ് മേയർക്ക് വേണ്ടി മത്സരിക്കുന്നത്. പിന്നെ കൗൺസിലർക്ക് വേണ്ടി മത്സരിക്കുന്നത് ട്രേഡ് യൂണിയനിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് കൊയാലിഷൻ പാർട്ടി, പിന്നെ ഹെറിറ്റേജ് പാർട്ടി, ഫ്രീ സ്പീച്ച് ആൻഡ് ലിബർട്ടി, ഗ്രീൻ പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റ്സ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ബ്രിട്ടൻ, പിന്നെ ലേബർ ആൻഡ് കോഓപ്പറേറ്റീവ് പാർട്ടി. അങ്ങനെ 1 2 3 4 5 6 7 പാർട്ടികളാണ് കൗൺസിലർക്ക് വേണ്ടി മത്സരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ പാർട്ടീനെ പറ്റിയും പാർട്ടികളെങ്ങനെ ഇവിടുത്തെ അപ്രോച്ച് ഭരണം അതിനെപ്പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു ഐഡിയോളജി വെച്ച് നമ്മളൊരാൾക്ക് വോട്ട് ചെയ്യുന്നു. പിന്നെ വോട്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ നമുക്ക് പോസ്റ്റലായിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് വോട്ട് ചെയ്യാം, അല്ലെ പ്രോക്സി ചെയ്യാം. പ്രോക്സി എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി നമ്മുടെ ബിഹാഫിൽ വേറൊരാൾക്ക് പോയി വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിടണം. അങ്ങനെ നേരത്തെ രജിസ്റ്റർ ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ ബിഹാഫിൽ വേറൊരാൾക്ക് പോയി അവിടെ വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 രീതിയിൽ വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ആർക്കാണ് നമ്മൾ യോജിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ക്രോസ് ചെയ്യും. ഇവിടെ അതുപോലെ തന്നെ കോളമുണ്ട്, അവിടെ നമ്മൾ ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ പോസ്റ്റലായിട്ട് കാര്യങ്ങളെല്ലാം വരും ഇലക്ട്രൽ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും. അപ്പം ഈ ഒരു എൻവലപ്പ് കണ്ടോ, ഈ ഒരു എൻവലപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ എൻവലപ്പിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി സൈൻ ഇട്ട് ഇവിടെ കണ്ടോ ഒരു ഇല്ലൻ്റ് മോഡൽ ഇങ്ങനൊരു കവർ, ആ കവറിൽ നമ്മൾ ഇത് രണ്ടും ഫില്ല് ചെയ്ത് ഇതിനകത്തിട്ട് ഇത് കൊണ്ട് നമ്മുടെ അടുത്തുള്ള പോളിംഗ് ബൂത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കും. അപ്പം നമ്മൾ ഇത് ഇന്നത്തെ ക്രോസൊക്കെ ചെയ്ത് 2 ബാലറ്റ് പേപ്പറും മടക്കി എന്നിട്ടിതേ ഈ എൻവലപ്പിൽ അകത്തേക്ക് ഇങ്ങനെ വെച്ചു. വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ മടക്കി. എന്നിട്ട് ദാണ്ടെ ഒരു എൻവലപ്പുണ്ട്. ഇവിടെ എന്തോ ഒരു പശു പോലെ എന്തോ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് എന്നിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അതിങ്ങനെ സെറ്റായിട്ടിരിക്കും. അത്രയുള്ളൂ. ഇതുകൊണ്ട് നമ്മൾ പോവാം വോട്ടിംഗ് ബൂത്തിലേക്ക്. ഇന്ന് വെയിലുണ്ട്, സണ്ണി ഡേയാ. ഇങ്ങനെയൊന്നും ഇവിടെ വളരെ റയറായിട്ടാണ് വെയിലടിക്കുന്നത്. നല്ല വെയിൽ, ഇതേ ജാക്കറ്റൊന്നും വേണ്ട, നല്ല സുഖം. നമുക്കിവിടുന്ന് ഒരു 7 മിനിറ്റ് വാക്കുണ്ട്
നമ്മുടെ പോളിംഗ് ബൂത്തിലേക്ക്. നല്ല വെട്ടവും വെളിച്ചവും വെയിലും കൊള്ളാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടില്ലായിരുന്നു ഷവർമ്മയുടെ. അപ്പോൾ നമ്മൾ ആ കടയുടെ ഫ്രണ്ടിൽ കൂടെ ഇപ്പം വന്നത്. അപ്പോൾ അവർ നമ്മളെ വിളിച്ചു വാ 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 എന്ന് പറഞ്ഞ് ടീ വേണോ എന്നൊക്കെ ചോദിച്ചു. അവർക്ക് ഭയങ്കര സ്നേഹം കേട്ടോ. അവർ ടീ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളോട് വോട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടുന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കരിമ്പൂച്ച വരുമോ? എന്നാ ലുക്കാണ് നോക്കിയാൽ. കുറേ കാണുന്നത് ഇതാണ് പോളിംഗ് സ്റ്റേഷൻ. അപ്പോൾ ഇത് രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ഓപ്പൺ ആണ്. അപ്പം ഞാൻ പോയി വോട്ട് ചെയ്തിട്ട് വരാം. വോട്ട് ചെയ്ത് പക്ഷേ ഇത് കണ്ടോ, ഒന്നുമില്ല, മഷി അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ലായിരുന്നു. ഭയങ്കര സിമ്പിളായിരുന്നു. അവിടെ ചെന്ന് അത് കൊടുത്തു. അവരൊരു പേപ്പർ തന്നു, അതിനകത്ത് എൻ്റെ അഡ്രസ്സ് എഴുതി, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ലായിരുന്നു. 1 മിനിറ്റ് പോലും എടുത്തില്ല, പെട്ടെന്ന് കഴിഞ്ഞു. അതെ, നമ്മൾ നേരത്തെ പോയി ഷവർമ്മയുടെ കടയുടെ ഫ്രണ്ടിൽ ദൈവമാണ്. 3 sugar, yeah. Salad and garlic mayo and sugar. Yeah. You like spicy? Yeah. ചിക്കനൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക. അതൊക്കെ കുറേ നേരം കഴിഞ്ഞ് സെറ്റായി വരുന്ന ഇവർ വെച്ചിട്ടേ ഉള്ളൂ. ഇവർ ഓപ്പൺ ചെയ്യുന്ന ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാന്ന് തോന്നുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ ചിക്കനും ലാമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അവർ നമ്മളോട് പൈസ ഒന്നും ചോദിച്ചില്ല കേട്ടോ. പൈസ എന്ത് ചെയ്ത് അവർ മേടിക്കത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ ക്യാഷ് പേ ചെയ്താൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഓൾറെഡി പേ ചെയ്തെന്ന്. സമ്മതിക്കത്തില്ല എന്ത് ചെയ്താൽ പേ ചെയ്യാൻ. ഇത് നമ്മൾ അവർക്ക് വിഷമമായാലോ എന്ന് ഓർത്ത് പിന്നെ പേ ചെയ്തില്ല കേട്ടോ. അങ്ങനെ വോട്ട് ചെയ്യാൻ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചായയും ഷവർമ്മയും കിട്ടി. ഇതിപ്പോൾ ലാഭമായല്ലോ. കൊള്ളാം കേട്ടോ. ഇവരുടെ ടീ എന്നാ പറഞ്ഞാലും അടിപൊളിയാണ്. നല്ല ആ ഫ്ലേവറാണ് ടീയുടെ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. വോട്ടും ചെയ്തു, ഷവർമ്മയും കിട്ടി, ചായയും കിട്ടി. ഇനി പോയി വീട്ടിൽ പോയിരുന്ന് ഫുഡടിച്ച് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുക.